ഇസ്രയേലിൽ ജോലിക്ക് പോയ മലയാളിയെ കാണാനില്ലെന്ന് പരാതി. കല്ലമ്പലം സ്വദേശി സുരേഷ് സുന്ദരേശിനെ കാണാതായി എന്നാണ് ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. ഒരു വർഷം മുൻപാണ് സുരേഷ് ലേബർ വിസയിൽ ഇസ്രയേലിലേക്ക് ജോലിക്ക് പോയത്. കഴിഞ്ഞ 17-നാണ് അവസാനമായി സുരേഷ് ഫോണിൽ സംസാരിച്ചതായും ബന്ധുക്കൾ പറയുന്നു. ഒരു വർഷം കഴിഞ്ഞില്ല, 4 മാസേ ആയുള്ളൂ. നല്ലതുപോലെ സംസാരിക്കുക. എന്നും 2-3 പ്രാവശ്യം കൊച്ചുങ്ങളെ വിളിക്കാതെ ഉറങ്ങത്തില്ല. അവളെ പാവക്കുട്ടി എന്നാ വിളിക്കുന്ന. എന്റെ മോള് പാവക്കുട്ടി ഉറങ്ങിയാന്ന് ചോദിച്ചിട്ടേ ഉറങ്ങത്തുള്ളൂ. എന്ത് സംഭവിച്ചെന്ന് അറിയാൻ വയ്യ. അന്നും എനിക്ക് മെസ്സേജ് ഇട്ട്, മാമി കണ്ടതിനകത്താണ് കിടക്കുന്നത്. ഞാൻ ഇപ്പൊ ഇവിടെ വന്നിട്ട് 3-4 ദിവസമായിട്ട് ഒരു ഇതുമില്ല. ഭയങ്കര പേടി. ഒരു 2 കിലോമീറ്ററിന്റെ അപ്പുറത്ത് ബോംബ് പൊട്ടി. കണ്ടതിനകം ഭയങ്കര കുലുക്കം ഒരു മമ്മി എന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ എങ്ങനെയെങ്കിലും സേഫ്റ്റി ആയിട്ട് നാട്ടിൽ വന്ന് ചേരാൻ നോക്കെന്നും പറഞ്ഞു. വരാനൊന്നും പറ്റൂല മമ്മി, ഫ്ലൈറ്റൊന്നും ഇല്ലല്ലോ, വരാൻ പറ്റൂല എന്നാണ് പറയുന്നത്. ആദ്യം നിന്ന സ്ഥലം നല്ല സ്ഥലം, സേഫ്റ്റി ഉള്ള സ്ഥലം, ഒരു കുഴപ്പമില്ലേ. അവിടെ നിന്ന് അവർ ഇപ്പുറത്തോട്ട് മാറ്റി 4 ദിവസമേ ആവും, 4-5 ദിവസമേ ആവും അവിടെ നിന്നിട്ടുള്ളൂ. അവന് ബാത്റൂമിൽ പോകാൻ പോലും പാടുവാങ്ങിയാണ്. ഭയങ്കര ബഹളവും. ബംഗാളികളും ഹിന്ദിക്കാരും മാത്രമേ ആ റൂമിനകത്തുള്ളൂ. മലയാളികൾ മാത്രമേ ഉള്ളായിരുന്നു, ഒരാരും ഇല്ല. സന്തോഷത്താണ് നമ്മൾ സംസാരിച്ചിട്ട് ചോദിച്ച കടയിൽ പോകണം, മമ്മി ചിക്കൻ മേടിച്ചോണ്ട് വന്ന് കറി വയ്ക്കാൻ പോകുന്നു. ഇപ്പോൾ വിശദാംശങ്ങളുമായി ദിൽന കൂടി ചേരുകയാണ്. ദിൽന, ഇപ്പോൾ ഇതാ ഇസ്രയേലിൽ നമുക്കറിയാം യുദ്ധ അന്തരീക്ഷമാണ്, യുദ്ധ സാഹചര്യമാണ്. അപ്പോൾ ആ ഒരു സമയത്താണ് ഇപ്പോൾ ജോലിക്ക് പോയ മലയാളിയെ കാണാനില്ല എന്നുള്ളൊരു പരാതി ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത്. എന്താണ് പോലീസിന്റെ നിഗമനം? എംബസിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടോ? എന്തെല്ലാമാണ് വിശദാംശങ്ങൾ? സിന്ധൂരി, പറയുന്നത് പോലെ കല്ലമ്പലം സ്വദേശി സുരേഷ് സുന്ദരേശനെയാണ് കാണാനില്ലെന്ന പരാതി ബന്ധുക്കൾ നൽകിയത്. അതായത് ഇസ്രയേൽ ജോലിക്ക് പോയതായിരുന്നു. 1 വർഷം മുൻപാണ് ഇദ്ദേഹം ഇസ്രയേലിലേക്ക് പോയത്. 6 മാസങ്ങൾക്ക് മുൻപ് നാട്ടിലെത്തിയിരുന്നു. ഇദ്ദേഹത്തിന്റെ മാതാവ് മരണപ്പെട്ടതിനെ തുടർന്ന് ഇദ്ദേഹം നാട്ടിലെത്തിയിരുന്നു. കഴിഞ്ഞ 17-ാം തീയതിയാണ് ഏറ്റവും അവസാനമായി ബന്ധുക്കളുമായി ഫോണിൽ സംസാരിച്ചിട്ടുള്ളത്. അന്ന് ഈ ഫോണിൽ സംസാരിക്കുമ്പോഴെല്ലാം യുദ്ധത്തിനെ പറ്റിയും അല്ലെങ്കിൽ അതിന്റെ തീവ്രതയെ പറ്റിയും ഒക്കെ ഈ ഒരു സുരേഷിന്റെ ആ ഒരു ആശങ്ക ബന്ധുക്കളുമായി പങ്കുവച്ചിരുന്നു. കഴിഞ്ഞ ദിവസമാണ് ഈ ഇസ്രയേലിലെ മലയാളി കൂട്ടായ്മ ഒരു കല്ലമ്പലം സ്വദേശി സുരേഷ് എന്ന പേരുള്ള ഒരാൾ മരണപ്പെട്ടു എന്ന് പറഞ്ഞ് ബന്ധുക്കളെ വിളിക്കുകയുണ്ടായിരുന്നു. പക്ഷേ അത് ഈ സുരേഷ് തന്നെയാണോ എന്നതിൽ വലിയ വ്യക്തതയില്ല. എന്തു തന്നെയായാലും കല്ലമ്പലം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഈ സുരേഷിന് 1 ഭാര്യയും 2 മക്കളുമുണ്ട്. ഇപ്പോൾ നിലവിൽ കല്ലമ്പലം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഇന്ത്യൻ എംബസി വഴി സ്ഥിരീകരണം ഉണ്ടായാൽ മാത്രമാണ് ഈ പരാതി നൽകിയ സുരേഷ് തന്നെയാണോ, അതായത് കാണാനില്ലെന്ന് പരാതി നൽകിയ സുരേഷ് തന്നെയാണോ ഈ മരണപ്പെട്ട സുരേഷ് എന്നതിൽ വ്യക്തത വരികയുള്ളൂ. സിന്ധൂരി. ശരി, ദിൽനയാണ് ഇപ്പോൾ വിശദാംശങ്ങൾ പങ്കുവച്ചിരിക്കുന്നത്. കല്ലമ്പലം സ്വദേശിയാണ് ഇപ്പോൾ കാണാതായിരിക്കുന്നത്. ലേബർ വിസയിലാണ് അവിടെ ജോലിക്ക് പോയിരിക്കുന്നത് എന്നാണ് അറിയുവാൻ സാധിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ടാണ് ഈ യാതൊരു തരത്തിലുള്ള കമ്മ്യൂണിക്കേഷനും ഉണ്ടാവാതിരിക്കുന്ന ഒരു സാഹചര്യം ഉടലെടുത്തിരിക്കുന്നത്. വിശദാംശങ്ങളാണ് ദിൽന പങ്കുവച്ചത്.